ലംഘിച്ചിട്ടുള്ളതാണ് പൊതുവെ പരാതി ആളുകൾക്കിടയിൽ. അതെ, ഇവിടെ കേരള സർക്കാർ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കേരള സർക്കാരിൻ്റെ വ്യവസായ വകുപ്പ് തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു 10 ഏക്കറിലധികം ഭൂമി ഇവിടെ മണ്ണിട്ട് നികത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയിട്ടുള്ളത് കേരള സർക്കാരാണ്, കേരള നിയമസഭയാണ്. ആ നിയമം സംരക്ഷിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന സർക്കാരിനാണ്. അല്ലാതെ ജനങ്ങൾക്ക് മാത്രമല്ല. നിയമം പാലിക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്ക് മാത്രമല്ല, അത് പാലിക്കാനുള്ള പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ തണ്ണീർത്തട സംരക്ഷണ നിയമം മറികടന്നുകൊണ്ടാണ് ഈ 10 ഏക്കറിലധികം വരുന്ന ഈ തണ്ണീർത്തടം ഇവിടെ മണ്ണിട്ട് നികത്തിയിട്ടുള്ളത്. ആ സർക്കാരിൻ്റെ വ്യവസായ വകുപ്പാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു സാധാരണക്കാരൻ ഒരു 5 സെൻറ്റ് ഭൂമി നികത്താൻ വേണ്ടി നിയമപ്രകാരം അനുമതി ചോദിച്ചാൽ ഒരു തരത്തിലും അനുമതി കിട്ടാത്ത ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ നഗ്നമായിട്ടുള്ള നിയമലംഘനം നടന്നിട്ടുള്ളത്. ഇത് ഇരുട്ടിൻ്റെ മറവിൽ 4-5 ദിവസം കൊണ്ടാണ് ഇത്രയും ഏരിയ ഇവിടെ മണ്ണിട്ട് നികത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും നികത്താൻ പാടില്ലാത്ത സ്ഥലമാണ് ഈ പുഴയ്ക്കൽ പാടം. 2018-ലും 2019-ലും പ്രളയമുണ്ടായ സമയത്ത് ആ പ്രളയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സമിതികളൊക്കെ തൃശ്ശൂരിൽ എന്തുകൊണ്ട് പ്രളയമുണ്ടായി എന്നതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അവരെല്ലാം പറഞ്ഞത് ഇവിടെ വൻതോതിൽ ജലം സംഭരിച്ചു നിർത്തുന്ന ജലസംഭരണിയായിട്ടുള്ള ഈ പുഴയ്ക്കൽ പാടം വൻതോതിൽ നികത്തിയത് കൊണ്ടാണ് ഇവിടെ ഈ തൃശ്ശൂർ നഗരത്തിൽ പ്രളയമുണ്ടായത് എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു തരി മണ്ണ് പോലും ഇട്ട് നികത്താൻ പാടില്ലാത്ത പുഴയ്ക്കൽ പാടത്താണ് വൻതോതിൽ ഇത്തരത്തിലുള്ള മണ്ണിട്ട് നികത്തൽ നടന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ പ്രദേശത്ത് ഒരു 10-12 റെസിഡൻസ് അസോസിയേഷൻ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 3000-4000 വീടുകൾ, ആ വീടുകളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. 4 ഡിവിഷൻ, 1, 2, 53, 55 അങ്ങനെ 4 ഡിവിഷൻ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ വലിയൊരു നിയമലംഘനമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിയമലംഘനം എത്രയും പെട്ടെന്ന് അത് തിരുത്താൻ സർക്കാർ തയ്യാറാകണം. അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ശോഭ സിറ്റി ആണെങ്കിലും മാനുവൽ സൺസ് ആണെങ്കിലും പ്രിയദർശിനി ആണെങ്കിലും ഇത്തരത്തിലുള്ള ഹൗസിംഗ് കോളനികൾ വന്നതിന് ശേഷമാണ് വലിയ തോതിൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും പ്രളയം ഉണ്ടാകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. പ്രളയം ഉണ്ടായതിന് ശേഷം അതിൻ്റെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്, മനസ്സിലായതാണ്. ആ സാഹചര്യത്തിൽ ഒരു തരത്തിലും ഇത്തരത്തിൽ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ തൃശ്ശൂരിലെ ഏറ്റവും വലിയ തണ്ണീർത്തട സംഭരണിയായിട്ടുള്ള പുഴയ്ക്കൽ പാടം നികത്തുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ്. അതിനെതിരെ ജനങ്ങൾ ശക്തമായിട്ട് രംഗത്തു വരും. ഇനി സർക്കാരിന് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പുല്ലഴിയിൽ ഏക്കർ കണക്കിന് ഭൂമി, കരഭൂമി പുല്ല് പിടിച്ച് കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്.